നമസ്തേ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അമൃത. വേണ്ട എന്ന് കരുതുന്ന കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചെയ്യാൻ പ്രേരണ തരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ രേണു തന്നെ, വേറെ ആരുമല്ല അല്ലേ. പലരും വേണ്ട എന്ന് വെക്കുന്ന പല കാര്യങ്ങളും വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ് രേണുസുതി തന്നെ. അതിന് കാരണം നമ്മുടെ കിച്ചു തുറന്നു പറഞ്ഞ കുറേ സത്യങ്ങളാണ്. അപ്പോൾ കിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളും കൂടിയാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് അതിനെ പറ്റിയിട്ടൊന്ന് ചെറിയ തോതിലൊന്ന് ചർച്ച ചെയ്താലോ? അപ്പം നമുക്ക് ആദ്യം കിച്ചു പറഞ്ഞ വീഡിയോയും അതിനുശേഷം രേണുസുതിയുടെ കുറച്ച് നാടകങ്ങളോടൊന്ന് കണ്ടുവരാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തന്നെ ആദ്യം കമൻറ്റിലൂടെ പറയണം കേട്ടോ. എന്താണ് ഇതിനൊക്കെ സൊല്യൂഷൻ? വേണ്ട, സൊല്യൂഷൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നേ, ഇവരെയൊക്കെ എന്താ ചെയ്യണ്ടേന്ന്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് പോയി കണ്ടേച്ചു വാ. എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറയണമെന്നുണ്ട്. പ്രശ്നങ്ങൾ അതിൽ തീരുമാനം ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് നെഗറ്റീവ് ആയിരിക്കാം, ചിലപ്പം എന്നെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പം എന്താണ് വെറുക്കാം. നിനക്ക് ഇപ്പോഴാണോ പറയാൻ ടൈം കിട്ടിയേ? ഭയങ്കരമായിട്ടൊരു ഇൻട്രോവേർട്ടാണ് സത്യം. സ്വന്തം അമ്മ ഷാനി എന്നാണ് എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പോൾ ആ സമയത്തുള്ള എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അടിയാണ്. കുഞ്ഞിലോട്ടെ കണ്ടിട്ടുള്ളത്. 1.5 വയസ്സിലുള്ളപ്പം വേറൊരാളുടെ കൂടെ പോയി അടി. എൻ്റെ സെക്കൻഡ് മാരേജ് ആയി. വീണ എന്ന് പറയുന്നത് ഇച്ചിരിയായിട്ട് എനിക്കൊരു കോൺടാക്റ്റേ ഇല്ലാതായി പോയി. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുതിക്കൂട്ടാന്നൊക്കെ വിളിച്ചോണ്ട്, അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നോട് എന്തോ ഒരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. വീഡിയോ കോളിൽ ഇപ്പം കാണുന്ന അമ്മയില്ലേ, രേണുസുതി ഞാൻ അമ്മയായിട്ട് സൂപ്പറായിരുന്നു. തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് നിന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. അല്ലാതെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം. ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്തൊരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ആവാൻ പറഞ്ഞൊരു കാരണം, ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ മിണ്ടത്തില്ല. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവരെ ഇത്രയും പേരുടെ ചില അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഇല്ല, ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി. ഇവിടെ ജോലിക്ക് പോത്തില്ല, ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി, കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുമല്ലോ, അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. ഇറക്കി വിട്ടോ, അവരിവിടെ വന്നിരിക്കുവോ, അമ്മയെ നമ്മൾ വിളിക്കുവോ, അവനെ പറപ്പിക്കത്തില്ലേ? ഇറക്കി വിടുന്നേ, സ്വന്തം മക്കളെ നമ്മൾ ആരും ഇറക്കി വിടുവോ? ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റ് ഒളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവർക്ക് എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവൾ കള്ളക്കരച്ചിലായിട്ട് ഇറങ്ങി, അവൾ മുതലക്കരച്ചിലായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചത്, നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ അപ്പം എല്ലാവരും കണ്ടു എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് പതിയെ അതിനെപ്പറ്റി 2 വാക്ക് പറഞ്ഞു തുടങ്ങാം അല്ലേ. അപ്പം കിച്ചു മോനെ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ എനിക്കും കണ്ടവർക്കും കേട്ടവർക്കും എല്ലാവർക്കും മനസ്സിലായി. നീ എന്ത് പറയുന്നുണ്ടായിരുന്നു? ഈ ഒരു വീഡിയോ കണ്ട ശേഷം എന്നെ ഇഷ്ടപ്പെടുന്നവർ കൂടി വെറുക്കാം എന്ന് നീ പറഞ്ഞു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ മകനെ, നിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വരെ നിന്നെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു വീഡിയോ. അതിൻ്റെ കാരണം നീ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. നീ വന്ന വഴിയിൽ നീ ചെയ്ത തെറ്റുകൾ ഇന്ന് നിനക്കത് മനസ്സിലായി, നീ അത് തിരുത്തി, നീ അത് മുന്നോട്ട് പോകുന്നു എന്ന്. അത് തന്നെ പോരെ ഒരാൾക്ക് ആ വ്യക്തിയോട് ഇഷ്ടം തോന്നാൻ? പിന്നെ നീ അനുഭവിച്ചതൊന്നും നീ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിൻ്റെ ഫലമല്ല. ഒന്ന്, നിൻ്റെ പേരൻസായ നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് നീ അനുഭവിച്ച കുറേ കാര്യങ്ങൾ. നീ ഓൾറെഡി അതിൽ പറഞ്ഞു 20% നീ അതിൽ പറയുന്നുള്ളൂ എന്ന്. അപ്പം ബാക്കി 80% നീ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴിയിൽ പോയ സുധിയെ വരെ ആൾക്കാർ വീണ്ടും അവിടെ നിന്നെടുത്ത് കത്തിക്കും.
അപ്പോൾ മകനെ, നീ ജനിച്ചത് നെഗറ്റീവായിട്ടല്ല. നിൻ്റെ അച്ഛനും നിൻ്റെ അമ്മയും തമ്മിൽ പരസ്പരം യാതൊരുവിധ ധാരണയും ഉണ്ടാകാതെ അവർ തമ്മിൽ അടിപിടി കൂടിയതിൽ തുടങ്ങിയതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ വീഴ്ചയുടെ ഒന്നാം ഘട്ടം. അത് എനിക്ക് നല്ലതുപോലെ മനസ്സിലാവും, എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്. അച്ഛൻ അമ്മ ഇവർ തമ്മിൽ യാതൊരുവിധ മ്യൂച്വലായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ അമ്മ അല്ലെങ്കിൽ ആ അച്ഛൻ സാക്രിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു വിധത്തിലും അണ്ടർസ്റ്റാൻഡിങ് പോയില്ല. തനിക്കൊരു മകനുണ്ട്, അവരുടെ ഭാവി ഇതിനെ പറ്റിയിട്ട് അവർ ചിന്തിച്ചില്ല. അതിനുണ്ടാവുന്ന ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നിൻ്റെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചു, അവിടെയും മിസ്റ്റേക്സ് വന്നു. അവിടെ നിൻ്റെ അപ്പം നിർത്താമായിരുന്നു എല്ലാം. പക്ഷെ നിൻ്റെ അച്ഛൻ നിർത്തിയില്ല, വീണ്ടും പോയി കല്യാണം കഴിച്ചു. അത് വീണ്ടും തന്നെ അപ്പം നിനക്കൊന്നല്ല 3 ട്രോമയാണ്. സ്വന്തം പെറ്റമ്മ ഉപേക്ഷിച്ച് പോയതിൻ്റെ ട്രോമ, പോറ്റമ്മയായി വീണ തന്ന ട്രോമ, വീണ്ടും പോറ്റമ്മയായി വന്ന രേണു തന്ന ട്രോമ. രേണു മാത്രമല്ല, രേണുവിൻ്റെ ഫുൾ കുടുംബം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇപ്പം നീ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കത് മനസ്സിലാവും. അതിൻ്റെ കാരണം വീട് കിട്ടി, ജോലി കിട്ടി, വരുമാനം തുടങ്ങിയപ്പോൾ തന്നെ വന്ന വഴി മറന്ന് തന്ന അച്ഛനെയും തെറി വിളിച്ചു. വീടുണ്ടാക്കി തന്ന ആ ഫിറോസ് എന്ന് പറഞ്ഞ ആ ഇക്കായനെയും തെറി വിളിച്ച് നന്ദികേട് കാണിച്ച വർഗമാണ്. വീട് കുത്തിപ്പൊളിച്ചൊരു മനുഷ്യനാണ് ഈ തങ്കച്ചൻ, രേണുവിൻ്റെ അപ്പൻ. അപ്പം നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പം നിന്നോട് അവർ ഏത് രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്ന്. അത് നീ പറയാതെ തന്നെ, ബാക്കി 80% കാര്യങ്ങൾ നീ പറയാതെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞു പോയത് നമ്മൾ കഴിഞ്ഞിട്ട് വലിയ കഥയൊന്നുമില്ല ഉണ്ടോ. പരിസരം നാറും എന്നല്ലാതെ വേറൊരു ഗുണവും അതുകൊണ്ടില്ല. പിന്നെ നിന്നോട് എനിക്കിപ്പോൾ ഉപദേശിക്കേണ്ട ആവശ്യകത വന്നില്ല. കാരണം നീ എടുത്ത ഡ്രഗ്സ്, നീ പോയ വഴികളൊക്കെ മോശമായിരുന്നു എന്ന് മനസ്സിലാക്കി നീ അവിടുന്ന് തിരിച്ചു വന്നൊരു വ്യക്തിയാണ്. നിൻ്റെ കൂട്ടുകാരൻ നിന്നെ സഹായിച്ചവരാണ്. നീ അവിടെ നിന്നും ആ വഴിയിൽ നിന്നും തന്നെ മാറി നീ പുതിയ വഴി വെട്ടിത്തെളിച്ച് നീ നല്ലതുപോലെ ജീവിക്കണമെന്നുള്ള ഒറ്റ ധാരണയോടുകൂടി ഋതപ്പനെ ഓർത്തും നീ മുന്നോട്ട് പോകുന്നു എന്ന് നീ പറയുമ്പോൾ മകനെ, നീ അവിടെ വിജയിച്ചു. അപ്പം നിന്നെ ഇനി ഉപദേശിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം നീ കറക്റ്റ് വേ ആണ്. ഇനി നിന്നെ ആരും വെറുക്കില്ലടാ. നിനക്ക് സപ്പോർട്ടേ എല്ലാവരും തരികയുള്ളൂ, ഞാനടക്കം. പിന്നെ ഒന്ന് രേണു, എൻ്റെ പൊന്നു മോളെ, നീ എന്തിനാ കിടന്ന് കരയുന്നേ? എന്താ? ഞാനിപ്പോഴും ദുബായിലാണ്. നീ ദുബായിലിരുന്നോ? നീ അബുദാബിയിലിരുന്നോ? ഓസ്ട്രേലിയയിൽ, UK, നീ എവിടെ വേണമെങ്കിലും ഇരുന്നോ, നീ ഇരുന്നോ. നിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വന്നോ ഇല്ലയോ എന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. അത് മാത്രം നീ അഡ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഇതിനൊന്ന് റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ടെന്നേ. നീ നിൻ്റെ വഴി വെട്ടി നീ മുന്നോട്ട് പോവുമല്ലേ. ആ പയ്യനെ വഴിക്ക് വിട്, നീ നിൻ്റെ വഴിക്ക് പോകും. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതിനകത്ത് কিছু പറയുന്നില്ല. രേണു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അവർ 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നീ വെറുതെ ഒരു പോയിൻ്റ് കാണിച്ചുകൊണ്ട് കിച്ചു പറയുന്നതെല്ലാം കള്ളമാണെന്ന് വരുത്തി തീർക്കാനുള്ള യാതൊരുവിധ ഇതും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. പിന്നെ ഒന്ന് രേണു, നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞു, രേണു നീ ഈ കളിക്കണമെന്ന് നിൻ്റെ സ്വന്തം തലമണ്ടയിൽ ഉദിച്ച കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറയാൻ എനിക്ക് ഉണ്ടായൊരു കാര്യം നിൻ്റെ ഒരു ലെവൽ മനസ്സിലായതുകൊണ്ടാണ്. നീ എന്തുമാത്രം കള്ളം പറഞ്ഞു, നീ എന്തുമാത്രം ഇത് വിചാരിച്ചു എന്ന്. കാരണം നീ വിചാരിച്ചു, പക്ഷേ അതിലും കൂടുതൽ നിൻ്റെ കൂടെ നിന്നവർ വിചാരിക്കുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും നിന്നെയും കൊണ്ടത് പ്രസൻറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്താണ് നീ ഈ ലെവലിലെത്തിയത്. രേണു സുധിയുടെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് രേണു ഇന്ന് ഈ നിലയിൽ എത്തിയത് തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലൊരു കാര്യം ഞാൻ പറയട്ടെ, നീ സുധിയെ കല്യാണം കഴിച്ചത് സുധിയോടുള്ള ഒരു സ്നേഹം കൊണ്ടും അല്ല. ഭർത്താവ് 2023 മരിച്ച ഭർത്താവ് 2022 20 കണ്ടാക്കിയ വ്യക്തിയാണ് നീ. അപ്പോൾ നിനക്ക് സ്വന്തം ഭർത്താവ് മരിച്ച ഡേറ്റോ സമയമോ കാലമോ അറിയാത്ത ഒരാളാണ് നീ. ഞാൻ ഉറപ്പായിട്ട് എഴുതി തന്നു പറയാം, നീ സുധീനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ഒരു വ്യക്തിയല്ല. കാരണം സുധിയുടെ ബാലിൻ്റെ അറ്റത്ത് ഒരു
സ്റ്റേജ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിലിം ആർട്ടിസ്റ്റ്, ആക്ടർ എന്ന ഒരൊറ്റ ഒരു ഡിഗ്നിറ്റി കണ്ടതിട്ടും മാത്രമാണ് നീ സുധിയുടെ കൂടെ കൂടിയത്. 100% ഉറപ്പോടുകൂടി ഞാൻ പറയുന്നു, നീ അത് കണ്ടിട്ട് മാത്രമാണ് അവൻ്റെ ഒപ്പം കൂടിയത്. അവനെ സ്നേഹിച്ച് അവൻ്റെ ഒപ്പം കൂടിയതായിരുന്നെങ്കിൽ ഒരിക്കലും കിച്ചു ഡിപ്രഷൻ മൂടി പോവുകയോ ഒരു ഇൻട്രോവേർട്ട് ആകുകയോ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ഒരു ഗെയിം അഡിക്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒന്നിനെ ഡ്രഗ്സ് അഡിക്റ്റ് ആവുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം സമ്മതിക്കും, സ്വന്തം മകൻ അല്ലെങ്കിൽ സ്വന്തം മകളെ പോലെ നിനക്ക് അവനെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ മാനുഷിക പരിഗണനയും കൊടുക്കാമായിരുന്നു. അതുപോലും ആ പയ്യനെ കിട്ടാത്തത് കൊണ്ടാണ് ഒരു മുറിക്കുള്ളിൽ അവൻ അടച്ചു കൂടി ഇരിക്കേണ്ടി വന്നത്. അവൻ എന്നിട്ടും നിന്നെ ഒരുപാട് തള്ളിയൊന്നും അവൻ പറഞ്ഞിട്ടില്ല. ഇന്ന് അമ്മയുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ മിണ്ടുന്നു പറയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ രേണു ചെയ്യാൻ നിൽക്കണ്ട, തികഞ്ഞാൽ നീയും നാറും, എൻ്റെ കൂടെ ഉള്ളവരും നാറും, എല്ലാവരും നാറും. വെറുതെ എന്തിനാണ് മലന്ന് കിടന്ന് തുപ്പുക എന്ന് പറയുന്നത് അല്ലേ? ഇതിന് മലന്ന് കിടന്ന് തുപ്പണേ, വിട്ടേര്. ആ കുഞ്ഞ് സൈബർ ബുള്ളിങ് അത്രത്തോളം ഹെക്റ്റിക് ആയതുകൊണ്ടാണ് അവൻ വന്ന് അവൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞത്. അതിൽ 20% പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും മരി കഴിക്കുന്നവരല്ലേ, പൊട്ടന്മാരൊന്നും അല്ലല്ലോ. എല്ലാവരും ആഹാരം കഴിച്ച് ജീവിച്ച് ഈ ഭൂമി വരുന്നവരാ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അതുകൊണ്ട് വെറുതെ വീണ്ടും വീണ്ടും ചകഞ്ഞുകൊണ്ടിരിക്കാതെ അവിടെ വിടുക. ആ മോനും അത് വിട്ടു പോട്ടെ. ഇതിപ്പം കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് കുറേ കണ്ടൻറ് കിട്ടിയിട്ടുണ്ട്. നീയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ അബുദാബിലാമെന്നും പറഞ്ഞിട്ട് ദുബായിലാണെന്നോ ആർക്കറിയാം എവിടെയാണെന്നുള്ളത്, എന്തോ ആയിക്കോട്ടെ ആണെന്നും പറഞ്ഞ് നീ വീഡിയോ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 5 സ്റ്റാറിൽ പോയിട്ടില്ല എന്നും പറഞ്ഞ് അടുത്ത വീഡിയോ ഇടുന്നു. സീരിയസ്ലി, ഒന്നുകിൽ നിൻ്റെ പടയോട്ടം കുതിരയോട്ടം നിർത്തുക, അല്ലെങ്കിൽ നീ നിൻ്റെ വഴിയിൽ തന്നെ പടയോട്ടി പോവുക, മറ്റുള്ളവരാരെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാതെ. ആ പയ്യൻ്റെ വഴിക്ക് വിട്ടേ, അവൻ എങ്ങനെയാച്ചാൽ ജീവിച്ചു പോട്ടെ, നീ നിൻ്റെ വഴിയിൽ ജീവിച്ച് പോവും. പക്ഷെ അവിടെ നീ ചെയ്യേണ്ട ഒരു മാന്യമായൊരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ രേണു, സുധിയുടെ പേര് മാറ്റുക. നിൻ്റെ ഒറിജിനൽ പേരിൽ നീ ഇനി അങ്ങോട്ടേക്ക് അറിയപ്പെടും. നിൻ്റെ രേണു എന്നുള്ള എല്ലായിടത്തെയും പേരെടുത്ത് കളഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒറിജിനൽ പേരിലേക്ക് വരിക. അല്ല, രേണു എന്നുള്ള പേരിന് അത്ര വേണമെന്നുണ്ടെങ്കിൽ രേണു തങ്കച്ചെന്നോ അങ്ങനെ മറ്റെന്തെങ്കിലും ആക്കുക. സുധിയുടെ പേര് ഉപേക്ഷിക്കുക. നീ എന്ന് സുധിയുടെ പേര് ഉപേക്ഷിക്കുന്നു അന്ന് നിൻ്റെ മേലുള്ള കുതിരയ്ക്ക് ഏറ്റവും നിൽക്കും. നീ എന്ന് സുധിയുടെ പേര് എന്ന് വരെ നീ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുന്നു അന്ന് വരെ ആളുകൾ നിൻ്റെ മേലെ കുതിര കയറും. കാരണം അതിനുള്ള കണ്ടൻറ്റ് നീ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മോളെ, നീ കരഞ്ഞോ, അഭിനയിച്ചോ, എന്ത് വേണേലാക്കിക്കും. കർമ്മഫലം ബൂമറാങ് പോലെയാണ്, കറങ്ങി തിരിഞ്ഞ് നമ്മളെ നേരെ തന്നെ വരും. അന്ന് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. മനസ്സാക്ഷി. അപ്പം കൂട്ടുകാരെ, എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? മറുപടിയായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവിടെ മറക്കരുതേ. ബൈ.